പ്രിയമുള്ള സുഹൃത്തുക്കളെ, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ രാജ്യം തീവ്രവാദികളുടെ കരങ്ങളിൽ നിന്നും സുരക്ഷിതമാകുന്നില്ല. രാജ്യത്ത് ഇപ്പോഴും സജീവമായി ഭീകര പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ജാഗ്രതയോടുകൂടി സജീവമായി ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഭീകര പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിക്കെതിരെ NIA-യും ED-യും സംയുക്തമായി നടത്തുന്ന രഹസ്യ നീക്കങ്ങളുടെ ശക്തിയും വ്യാപ്തിയും വ്യക്തമാക്കുന്ന വിവരമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് വിദേശത്ത് നിന്ന് പണം എത്തിച്ചിരുന്ന 13,000 ബാങ്ക് അക്കൗണ്ടുകളാണ് കണ്ടെത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് NIA-യും ED-യും വിശ്രമിക്കുകയായിരുന്നില്ല. മറ്റേതെങ്കിലും ഓപ്പറേഷനുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ശരി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുകൊണ്ട് അവരില്ലാതായി എന്നതായിരുന്നില്ല. കൃത്യമായ രൂപത്തിലുള്ള ഫോളോ അപ്പുകളിലായിരുന്നു. അവരൊക്കെ നിരീക്ഷണങ്ങളിലായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ അണികളും നേതാക്കളും പ്രവർത്തകരും അവരെ സഹായിച്ചവരും പിന്തുണച്ചവരും എല്ലാം NIA-യുടെ റഡാറിൽ അങ്ങനെ തന്നെ കിടന്നു. 13,000 അക്കൗണ്ടുകൾ കണ്ടെത്തിയത് ചെറിയ കാര്യമല്ല. ദീർഘകാലമായി നടത്തിവന്ന ആസൂത്രിതമായ നീക്കത്തിന്റെ ഫലമാണ് ഈ കണ്ടെത്തൽ. തുടർ നടപടികളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ഏജൻസികൾ. ഇതിൽ 10,000-ഓളം അക്കൗണ്ടുകൾ മലയാളികളുടേതാണ് എന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഈ അക്കൗണ്ടുകളുടെ ഉടമകൾ ഈ രാജ്യത്ത് കാലുകുത്തിയാൽ പിടിയിലാകും. 13,000 ആളുകളും ഈ അക്കൗണ്ട് ഉടമകളായ പോപ്പുലർ ഫ്രണ്ടിന്റെ അനുഭാവികളായ 13,000 ആളുകളും ഇന്നിവിടെയില്ല. ഇനി രാജ്യത്ത് അവർക്ക് കാലുകുത്താൻ പറ്റില്ല. ഭീകര പ്രവർത്തനത്തിന് കേരളത്തിൽ എത്രമാത്രം ഫണ്ട് കിട്ടുന്നുണ്ട്, അതിന് എത്രമാത്രം പിന്തുണയും അനുയായികളെയും കിട്ടുന്നു എന്നതിൻ്റെ ഭീകരമായ ചിത്രമാണിത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ദേശീയ വീക്ഷണമുള്ളവരുടെ മനസ്സിൽ സംശയവും ഭീതിയായും ആശങ്കയായും ഒക്കെ നിലനിന്നിരുന്ന ഒരു കാര്യത്തിന് വ്യക്തത കൈവന്നിരിക്കുകയാണ് ഇതോടെ. ജനമനസ്സിൽ നമ്മുടെ അന്വേഷണ ഏജൻസികളെ കുറിച്ച് അഭിമാനവും ദേശസുരക്ഷയുടെ കാര്യത്തിൽ ആത്മവിശ്വാസവും ജനിപ്പിക്കാൻ പോകുന്നതാണ് ഈ കണ്ടെത്തൽ. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇത് നിർണായകമായി മാറും. അതിനുമപ്പുറം മറ്റു പല കാര്യങ്ങളിലേക്കും ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട്. ഭീകരവാദികൾക്കും ഭീകര പ്രവർത്തനത്തിനും കേരളത്തിൽ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ സൂചനകളുടെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ടുകൾ വന്നപ്പോഴൊക്കെ അതിനെ നിഷേധിക്കാനാണ് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ മത്സരിച്ചു കൊണ്ടിരുന്നത്. കൊച്ചിയിൽ മാത്രമല്ല NIA ഓഫീസുകൾ വേണ്ടത്. ഈ കേരളം കേന്ദ്രഭരണ പ്രദേശമാകുന്നതോടൊപ്പം കേരളത്തിന്റെ 14 ജില്ലകളിലും NIA ഓഫീസുകൾ തുറന്ന് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന സാഹചര്യമാണ് ഇപ്പോഴിരിക്കുന്നത്. കാരണം കേരളം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. പെട്ടെന്ന് തൽപര കക്ഷികൾ കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണ് എന്നായിരുന്നു ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഭരണ പ്രതിപക്ഷങ്ങൾ വിശദീകരിച്ചത്. സ്വന്തം സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി, അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെ പോലും മറച്ചുപിടിക്കാൻ മുസ്ലിം പ്രീണനം മറയാക്കുന്ന കേരളത്തിന്റെ ഭരണ മുന്നണികൾ, പ്രതിപക്ഷ മുന്നണികൾ, ഈ കക്ഷികളൊക്കെ എന്താണ് ഈ രാജ്യത്ത് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആരെയാണ് വളർത്താൻ ശ്രമിക്കുന്നതെന്നും എന്താണ് ഇവർ മറയ്ക്കാൻ ശ്രമിക്കുന്നതെന്നും തെളിവാണ് ഈ സംഭവങ്ങൾ. അന്വേഷണ ഏജൻസികളുടെ സൂക്ഷ്മ ദൃഷ്ടിയെ വാചക കസർത്തുകൊണ്ട് മുസ്ലിം പ്രീണനം കൊണ്ട് ഇവർ അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പും ഇതിലുണ്ട്. മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നും ഇങ്ങനെ തന്നെ ഇത്തരം വാർത്തകളെ മുക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഈ മതപ്രീണനം നടത്തുന്ന ആളുകളുടെ ശരിയായിട്ടുള്ള മുഖമൊന്നും മുന്നോട്ട് കൊണ്ടുവരാൻ മാധ്യമങ്ങൾ ശ്രമിക്കാറില്ല. ഈ സംഭവം ഒരു അത്ഭുതമായി തോന്നാത്തത്, ഒരു ആശങ്കയായി തോന്നാത്തത് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മാത്രമാണ്. അവരുടെ ദേശീയ ബോധത്തെക്കുറിച്ച് ഇന്ന് മതേതരർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാണ് അവരുടെ ഇന്നത്തെ പ്രതികരണങ്ങളൊക്കെ തന്നെ. അപ്പോൾ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആശയങ്ങൾ മാറിയും മറിച്ചും പറഞ്ഞ് ഇസ്ലാം മത പ്രീണനം കൈമുതലാക്കിയ ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയവും ഇവരെ ബാധിക്കുന്നില്ല. ആരെയൊക്കെയോ പേടിക്കുന്ന ചില മാധ്യമങ്ങൾ, ചില രാഷ്ട്രീയ പ്രമുഖർ, ഇവർ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വന്തം അണ്ണാക്കിൽ പിരിവെട്ടി ഇരിക്കുവാണ്. മറുപടി പറയാൻ പറ്റുന്നില്ല. അതീവ രഹസ്യമായും സൂക്ഷ്മതയോടുകൂടിയും കണ്ണിൽ എണ്ണയൊഴിച്ച് രാത്രിയെന്നും പകലെന്നുമില്ലാതെ ഊണും ഉറക്കവും ഒഴിവാക്കി ഈ രാജ്യത്തിന് വേണ്ടി വിശ്രമമില്ലാതെ NIA-യും ED-യും ഒക്കെ സജീവമായി നടത്തിയ പ്രവർത്തനങ്ങളുടെ അശാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കണ്ടത്. നമുക്കറിയാം രഹസ്യമായി സൂക്ഷ്മമായി നടത്തിയ ഒരു റെയ്ഡ്, മിന്നൽ റെയ്ഡ്,
അതുവഴിയാണ് NIA കേരളത്തിലെ ഭീകര പ്രവർത്തനത്തിൻ്റെ അടിവേരിളക്കുന്നത്. ഓഫീസുകളിൽ മുദ്രവതി വയ്ക്കുന്നു, ഒട്ടേറെ നേതാക്കൾ അറസ്റ്റിലാകുന്നു. അതിനെ തുടർന്ന് സംഘടനയുടെ നിരോധനം വരെ ഉണ്ടാകുന്നു. അന്ന് പിടിയിലായവർ ഇന്നും ജയിലിൽ കഴിയുന്നു. ഒരാൾക്ക് പോലും ജാമ്യം കിട്ടിയിട്ടില്ല. അപ്രതീക്ഷിതമായി ഏറ്റ പ്രഹരത്തിന് ശേഷം പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരുന്നു അണികൾ. പേരുമാറ്റി, ശൈലി മാറ്റി അവർ അതിനുള്ള മാർഗം കണ്ടെത്താൻ ശ്രമിച്ചത് സെക്യുലർ പാർട്ടികളിലേക്ക് ചേക്കേറിയിട്ടായിരുന്നു. പല രൂപത്തിലും പല ഭാവത്തിലും സംഘടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അവർ. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് അക്കൗണ്ടുകളിലൂടെ ഭീകര താവളങ്ങൾക്ക് പണമൊഴുക്കി. നിരോധിച്ചാലും ഞങ്ങൾ പ്രവർത്തനം തുടരും, ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്ന സാഹചര്യത്തിൽ NIA അവരെ പിടാതെ പിടികൂടി. പക്ഷെ അതിനേക്കാൾ കൃത്യമായിരുന്നു അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം. ഭീകര പ്രവർത്തന ശൃംഖലയും അതിൻ്റെ ധനസ്രോതസ്സുകളുമാണ് ഇപ്പോൾ NIAയുടെയും EDയുടെയും നിരീക്ഷണ വലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇനി എങ്ങനെയാണ് വല മുറുക്കേണ്ടത്? അവർക്കത് നന്നായിട്ടറിയാം. ആര് എത്ര മറയ്ക്കാനും ഒളിക്കാനും ശ്രമിച്ചാലും ശരി, കാണേണ്ടത് NIA കാണും, പ്രതികരിക്കേണ്ടത് പ്രതികരിക്കും, സീല് ചെയ്യേണ്ടത് സീല് ചെയ്യും. ഈ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് NIA ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ മുന്നറിയിപ്പ് ഭീകരർക്ക് മാത്രമല്ല, അവർക്ക് തണലൊരുക്കുന്ന ഭരണ പ്രതിപക്ഷങ്ങളായിരുന്നാലും അനുയായികളായിരുന്നാലും ഇനി അനുഭാവികളായിരുന്നാലും എല്ലാ നേതൃത്വങ്ങൾക്കും കൂടിയുള്ളതാണ് NIAയുടെ ഈ മുൻകരുതൽ നടപടി. ഭീകരതയും വിവാദവും സൃഷ്ടിച്ച് മേധാവിത്വം നേടാമെന്ന ഭീകരരുടെ ദേശവിരുദ്ധ ശക്തികളുടെയും ഒക്കെ പ്രതീക്ഷയ്ക്കേറ്റ കനത്ത അടികൂടിയായിരിക്കും NIAയുടെ ഈ കണ്ടെത്തൽ. നമുക്കറിയാം, അജിത് ഡോവലിൻ്റെ നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ഒക്ടോപ്പസ് എങ്ങനെയായിരുന്നു അത്. കേരളത്തിലെ ഒരു കുഞ്ഞു പോലീസ് പോലും അറിയാതെ ഈ പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെയൊക്കെ വീടുകൾ, അവരിപ്പോഴെവിടെയാണുള്ളത് എന്ന ലൈവ് ദൃശ്യങ്ങളടങ്ങിയ ലൊക്കേഷൻ, ഗൂഗിൾ ലൊക്കേഷൻ മാപ്പുകൾ വരെ NIAയുടെ കൈകളിൽ കിട്ടുന്നു. ഇവരുടെ വീടുകളിൽ ഇറച്ചിക്കടക്കാരായും തോട്ടം പണിക്കാരായും വീടുപണിക്കാരായും ഇവരുടെ കടകളിലെ ജോലിക്കാരായും ഇവരുടെ രഹസ്യ ക്യാമ്പുകളിലേക്ക് പോകുന്ന ഡ്രൈവറായി വരെ NIA ഇവരുടെ ഈറ്റില്ലങ്ങളിലേക്ക് തന്നെ നുഴഞ്ഞു കയറിയത്. ഈ രാജ്യത്തെ ബാധിക്കുന്ന വിപത്തുകളാണിവർ. ഈ ക്യാൻസറിനെ മുറിച്ചു മാറ്റിയിട്ടില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് തടസ്സം വരും എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു. പെട്ടെന്നൊരു ദിവസം 13ഓളം സംസ്ഥാനങ്ങളിൽ റെയ്ഡുകൾ NIAയുടെ. അവരുടെ വീടുകളിലെത്തുന്നു NIA. കോളിംഗ് ബെല്ലടിക്കുന്നു. ഇവരുടെ വീടിന് മുകളിലാണ് ഫ്ലൈറ്റ് പറക്കുന്നത്. ബെല്ലടിക്കുന്നു. ഉടനെ തന്നെ ബെല്ലടിക്കുമ്പോൾ ഇവരിറങ്ങി വരുന്നു. എന്നാൽ പിന്നെ വിലങ്ങണിയിക്കുന്നു. ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല. ഇവരെയും കൊണ്ട് പറക്കുന്നു ഡൽഹിക്ക്. അതീവ രഹസ്യമായി ചെയ്ത ആ ഓപ്പറേഷനോടുകൂടിയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ മുൻനിര നേതാക്കളെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്, ഈ സംഘടനയെ ബാൻ ചെയ്യാനും. എന്നിട്ടും വിശ്രമിക്കാതെ തങ്ങളുടെ പണി കഴിഞ്ഞു എന്നല്ല NIAയും EDയും ചിന്തിച്ചത്. ഇനിയാണ് നമുക്ക് കൂടുതൽ പണിയെന്നായിരുന്നു. ഈ 2 വർഷം കൊണ്ട് 13,000 ആളുകളെയാണ് ദേശവിരുദ്ധരായി കണ്ടെത്തിയത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ അനുയായികളെ തന്നെ. നന്ദി.